Chapter 5 Continuity and Differentiability Part 8 Differentiability. Consider a real valued function f of x equal to root x. Now this is graph of root x. Here we have 2 points P and Q are 2 points on this curve. Now consider a line joining these 2 points. That line is known as secant line. A line which joins 2 points on the curve is known as secant line. When h tends to 0, q tends to p. Now h is tending to 0 from right side. When h tends to 0 from left side, q tends to p. The distance from origin to this point be a. Then the point p is a f of a. P is a point on the curve f of x. So p is a f of a. Let this distance be h. So this point is a plus h. Okay, from origin to this point distance is a plus h. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് a ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ a4 ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പോയിന്റ് വന്നത്. a is equal to 4. അപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് a. ഇവിടുന്ന് ഈ ഡിസ്റ്റൻസ് ഈ ചെറിയ ഡിസ്റ്റൻസ് h ആണ്. അപ്പോൾ ഇവിടുന്ന് ഒറിജിനിന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് a plus h. ഇപ്പോൾ ഡിസ്റ്റൻസ് മാറും. h മാറുന്ന പോലെ നമ്മൾ ആ ഡിസ്റ്റൻസ് മാറും. ഇപ്പോൾ ഇവിടുന്ന് ഒറിജിനിന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് a plus h. അങ്ങനെയാണെങ്കിൽ q എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? x കോർഡിനേറ്റ് a plus h, y കോർഡിനേറ്റ് f of a plus h. So q is the point a plus h f of a plus h. Now p and q are 2 points on the secant line. This is our secant line. P and Q are 2 points on this secant line. What is slope of secant line? We know that slope of a line is y2 minus y1 divided by x2 minus x1. So y2 minus y1, that is f of a plus h minus f of a divided by x2 minus x1, a plus h minus a plus h minus a is h. So slope of secant line is f of a plus h minus f of a divided by h. Now when h tends to 0, q approaches to p, and when h is equal to 0, secant line vanishes. ഇവിടെ നമുക്ക് secant line കാണാൻ പറ്റില്ല. h തൊട്ട് ഇപ്പുറത്തായി കഴിഞ്ഞാൽ നമുക്ക് secant line കാണും. പക്ഷേ h 0 ആകുന്ന സമയത്ത് when h is equal to 0, there is no secant line. Secant line vanishes. അപ്പോൾ h 0 അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം. h മാറും പോലെ ഇവിടെ സ്ലോപ്പിന്റെ വാല്യൂ ഉണ്ട്. m ഈക്വൽ ടു 0.246. ആ വാല്യൂ മാറുന്നത് നിങ്ങൾക്ക് കാണും. എച്ചിന്റെ വാല്യൂ മാറുന്ന പോലെ എമ്മിൽ വരുന്ന വ്യത്യാസം നമുക്ക് ഒബ്സർവ് ചെയ്യാം. ഇതാണ് നമ്മുടെ സ്ലോപ്പ്. ഓക്കെ, സീക്കൻഡിന്റെ സ്ലോപ്പാണ് ഇത്. when h tends to 0 from left side and h tends to 0 from right side, ഇതാണ് നമ്മുടെ ടാൻജന്റ് ലൈൻ. ടാൻജന്റ് ത്രൂ ദ പോയിന്റ് പി. പി എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ടാൻജന്റ് ആണ് ഈ കാണുന്നത്. Now here we have both secant and tangent line. Secant line ഉം tangent line ഒന്ന് ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാകും. When h tends to 0, secant line approaches to tangent line. Secant line ഉം tangent line ഉം അടുത്തടുത്ത് വന്നു. Okay. When h is equal to 0, there is no secant line. When h tends to 0, secant line approaches to tangent line. ലെഫ്റ്റ് നിന്ന് h 0ലേക്ക് പോകുമ്പോഴും secant line ടാൻജന്റ് ലൈനിൻ്റെ അടുത്തേക്ക് വരും. റൈറ്റ് നിന്ന് 0ലേക്ക് പോകുന്ന സമയത്തും secant line ടാൻജന്റ് ലൈനിൻ്റെ അടുത്തേക്ക് വരും. ഓക്കെ, h 0 ആയിക്കഴിഞ്ഞാൽ അവിടെ secant ലൈൻ ഉണ്ടാവില്ല, ടാൻജന്റ് ലൈൻ മാത്രം ഉണ്ടാകും. അന്നേരം നോക്കിയേ, സ്ലോപ്പ് ഇസ് അൺഡിഫൈൻഡ്. വെൻ q കോയിൻസൈഡ് വിത്ത് p, സ്ലോപ്പ് ഇസ് അൺഡിഫൈൻഡ്. അതായത് നമുക്ക് ഈ ടാൻജന്റ് ലൈനിൻ്റെ സ്ലോപ്പ് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റൂല. ഓക്കെ, ബിക്കോസ് പി ക്യു രണ്ടും ഒറ്റൊരു പോയിന്റായി മാറി, പി എന്ന് പറഞ്ഞ പോയിന്റായി മാറി. അന്നേരം നമുക്ക് സ്ലോപ്പ്, ടാൻജന്റിന്റെ സ്ലോപ്പ് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റൂല. ടാൻജന്റിന്റെ സ്ലോപ്പ് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റൂല. എം ഇസ് അൺഡിഫൈൻഡ്. അപ്പോൾ നമ്മൾ ടാൻജന്റിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഒരു സൂത്രമാണ് ഉപയോഗിക്കുന്നത്. എന്തായിരിക്കും ആ സൂത്രം? ഈ സീക്കൻഡിന്റെ സ്ലോപ്പിന്റെ ലിമിറ്റ് എടുക്കും. അതായത് ലിമിറ്റ് h ടെൻസ് ടു 0, സ്ലോപ്പ് ഓഫ് സീക്കൻഡ്, that is slope of tangent equal to limit h tends to 0 m, that is limit h tends to 0 f of a plus h minus f of a by h.
ഇതാണ് നമ്മുടെ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ്. Okay, limit h tends to 0, slope of secant, that is equal to limit h tends to 0, f of a plus h minus f of a by h. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അത് രണ്ടും ഈക്വൽ ആയിരിക്കണം. അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഫൈനൈറ്റ് റിയൽ നമ്പർ ആയിരിക്കണം. അത് മാത്രമല്ല അത് രണ്ടും ഈക്വൽ ആയിരിക്കണം. അങ്ങനെ വന്നാൽ മാത്രമേ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ഈ ലിമിറ്റിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് എ എന്ന് പറയുന്നത്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച് is known as derivative of f at x equal to a and is denoted by f dash of a. So f dash of a is equal to limit h tends to 0 f of a plus h minus f of a by h. ഇവിടെ നമുക്ക് ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നമുക്കൊന്ന് നോക്കാം. h is tending to 0. h is tending to 0 from right side. Okay. h is tending, അവിടെ വാല്യൂ എച്ചിൻ്റെ വാല്യൂ ഇപ്പോൾ 1 ആണ്. h is tending to 0 from right side. സ്ലോപ്പ് നോക്കുക, എമ്മിൻ്റെ വാല്യൂ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ 0.242 ആണ്. 0.25ലേക്ക് അപ്രോച്ച് ചെയ്യുന്നത് കാണാം. h tends to 0 from right side. ഓക്കെ, 0 ആകുമ്പോൾ അൺഡിഫൈൻഡ് ആണ്. എച്ചിൻ്റെ വാല്യൂ 0ൻ്റെ റൈറ്റ് സൈഡിൽ ഉണ്ടാകുമ്പോൾ എമ്മിൻ്റെ വാല്യൂ 0.25ലേക്ക് അപ്രോച്ച് ചെയ്യുന്നത് നമുക്ക് കാണാം. ഓക്കെ, 0.25. m is tending to 0.25. When h tends to 0 plus m tends to 0.25. When h tends to 0 from left side നിന്നാണ് ഇപ്പോൾ h ടെൻഡ് ചെയ്യുന്നത് 0ലേക്ക്. ഓക്കെ, എമ്മിൻ്റെ വാല്യൂ എന്താവുന്നുണ്ട്? 0.25ലേക്ക് ടെൻഡ് ചെയ്യുന്നുണ്ട്. m is tending to 0.25. m tends to 0.25. So limit h tends to 0 minus f of x is equal to 0.25. So here left hand limit is 0.25, right hand limit is 0.25. So left hand limit and right hand limit exist and are equal. So slope of tangent, that is f dash of a, exists and is equal to 0.25. So this function is differentiable at x equal to 4. നമ്മളിവിടെ എടുത്ത പോയിന്റ് a 4 ആണ്. So this function is differentiable at x equal to 4 and f dash of a is equal to 0.25. ജിയോജിബ്ര വിൻഡോയിൽ നമ്മൾ ഫംഗ്ഷൻ എടുത്തത് റൂട്ട് എക്സ് ആണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് എക്സ് സ്ക്വയർ ആണ്. പി ക്യു ആർ 2 points on the curve f of x equal to x square. This line joining PQ is known as secant line. Let P be the point A f of A and Q is A plus H f of A plus H. Then slope of secant line is f of A plus H minus f of A by H. Slope of tangent is the limiting case of slope of secant as H tends to 0. So slope of tangent equal to limit of slope of secant as H tends to 0. That is equal to limit h tends to 0 f of a plus h minus f of a by h. ഇത് നോട്ടിൽ നന്നായിട്ട് എഴുതി വെക്കണം, നന്നായിട്ട് പഠിച്ചു വെക്കണം. Slope of tangent equal to limit h tends to 0 f of a plus h minus f of a by h. This limit, if it exists, is called derivative of f of x at x equal to a and is denoted by f dash of a. ഇപ്പോൾ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാവണം? രണ്ട് കണ്ടീഷൻ ഉണ്ട്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. രണ്ടാമത്തെ കണ്ടീഷൻ, ദേ ഷുഡ് ബി ഈക്വൽ. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എ, ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച്. റെക്റ്റാങ്കിളിൻ്റെ അകത്ത് എഴുതി വെക്കുക, നന്നായിട്ട് എഴുതി വെക്കുക, നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, differentiability. Let y equal to f of x be a real valued function and a be any point in its domain. Let h be a small real number. Then derivative of f of x at a is denoted by f dash of a and is defined as f dash of a is equal to limit h tends to 0 f of a plus h minus f of a by h. F is said to be differentiable at x equal to a if limit h tends to 0 plus f of a plus h minus f of a by h and limit h tends to 0 minus f of a plus h minus f of a by h are exist and are equal.
Okay, left derivative and right derivative exist and are equal. ഇതൊക്കെ നോട്ടിൽ എഴുതി വെക്കണം. Right hand derivative. Limit h tends to 0 plus f of a plus h minus f of a by h is called right hand derivative and is denoted by rf dash of a, right hand derivative of f of x at x equal to a. That is rf dash of a is equal to limit h tends to 0 f of a plus h minus f of a by h. Here h is greater than 0. So a plus h is greater than a. H tends to 0 from right side. H is greater than 0. Now left hand derivative. Limit h tends to 0 minus f of a plus h minus f of a by h is called left derivative and is denoted by LF dash of a. Okay, left derivative of f of x at x equal to a. ഇതിനെ നമുക്ക് ഒന്നും കൂടി തിരുത്തി എഴുതാം. h tends to 0 minus means h is less than 0. അപ്പോൾ നമ്മൾ h greater than 0 എടുത്തിട്ട് ഇതിനെ എങ്ങനെ എഴുതാം ഒന്നും കൂടി നമ്മൾ പഠിച്ചു വെക്കണം. Left hand derivative at x equal to a equal to limit h tends to 0. ഇവിടെ h greater than 0 ആണ്. h less than 0 ആയിരുന്നു. അത് നമ്മൾ മാറ്റിയിട്ട് hന് പകരം മൈനസ് h കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ കിട്ടും. ഇത് പഠിച്ചു വെച്ചേക്കണം. ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് എ മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ മൈനസ് എച്ച്. ലിമിറ്റിൻ്റെ അകത്ത് എച്ചിന് പകരം മൈനസ് എച്ച് എഴുതാം. അന്നേരം നമ്മുടെ ഇവിടെ എച്ച് നെഗറ്റീവ് ആണ്, ഇവിടെ എച്ച് എന്താകും ഗ്രേറ്റർ ദാൻ 0 ആയിട്ട് മാറും. ഓക്കെ, സോ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഇസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ മൈനസ് എച്ച്. നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് ഡെറിവേറ്റീവും ലെഫ്റ്റ് ഡെറിവേറ്റീവും നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ആ സമയത്ത് നമുക്ക് ഈ ഡെഫിനിഷൻ ഉപയോഗിക്കേണ്ടി വരും. ഇതുപോലെയാണ് നമ്മൾ ലെഫ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഇവിടെ മിസ്റ്റേക്ക് വരാൻ പാടില്ല. ഇവിടെ ഒരു മൈനസ് എച്ച് ഉണ്ട്. എച്ചിനെ നമ്മൾ മൈനസ് എച്ച് കൊണ്ട് റീപ്ലേസ് ചെയ്യും. എച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. A function f of x is said to be differentiable at a point A if both right hand derivative and left hand derivative exist and right hand derivative is equal to left hand derivative. The process of finding derivative of a function is called differentiation. Derivative of f of x. നമ്മൾ ഇതുവരെ നോക്കിയത് derivative of f at x equal to a. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് derivative of f with respect to x, which is denoted by f dash of x. Derivative is a function. The function defined by f dash of x equal to limit h tends to 0 f of x plus h minus f of x by h. If the limit exists is called derivative of f. The derivative of a function is denoted by f dash of x or d by dx of f of x or dy by dx or y dash or y1. ഇതുപോലെ ഇരിക്കുന്ന ഏത് നൊട്ടേഷനും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, dy by dx ഉപയോഗിക്കാം, y ഡാഷ് എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ y1 എന്നൊക്കെ ഉപയോഗിക്കാം. നമുക്ക് ഏതാണോ കംഫർട്ടബിൾ ആ നൊട്ടേഷൻ നമുക്ക് ഉപയോഗിക്കാം. ഈ ഡെഫിനിഷൻ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. ഫൈൻഡ് ഡെറിവേറ്റീവ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫസ്റ്റ് ഇയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവല്ലോ അല്ലേ. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. ദിസ് ഡെഫിനിഷൻ ഓഫ് ഡെറിവേറ്റീവ് ഇസ് കോൾഡ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡെറിവേറ്റീവ്. ഓക്കെ, ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഈ ടൈപ്പ് പ്രോബ്ലംസ് നമ്മൾ ഫസ്റ്റ് ഇയർ ഒരുപാട് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പ്രോബ്ലം മാത്രമേ ചെയ്യുന്നുള്ളൂ. ബാക്കി പ്രോബ്ലംസ് ഒക്കെ നിങ്ങളൊന്ന് നോട്ട്ബുക്ക് എടുത്തിട്ട് വായിച്ച് പഠിച്ച് വെച്ചേക്കണം. ഓക്കെ, എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. എഫ് ഡാഷിൻ്റെ ഡെഫിനേഷനാണ് ഇത്. ആ ഡെഫിനേഷൻ ആദ്യം തന്നെ എഴുതി വെക്കാം. ഇവിടെ എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ, ഓക്കെ, എഫ് ഓഫ് 2 സ്ക്വയർ, എഫ് ഓഫ് വൈ 5 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് വൈ എന്തായിരിക്കും? എഫ് ഓഫ് വൈ വൈ സ്ക്വയർ, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. ഇവിടെ എന്താണോ ഇരിക്കുന്നത് അതിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് എച്ച് ഉണ്ടെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ അതിലേക്കാണ് മാപ്പ് ചെയ്യുന്നത് എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. സോ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എച്ച്. ഈ ഡെഫിനേഷനിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചുള്ള സ്ഥലത്ത് എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ വരും, എഫ് ഓഫ് എക്സ് ഉള്ള സ്ഥലത്ത് എക്സ് സ്ക്വയർ വരും.
ഇനി ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യണം. വാട്ട് ഇസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. സോ എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ഇസ് എക്സ് സ്ക്വയർ പ്ലസ് 2hx പ്ലസ് എച്ച് സ്ക്വയർ. ഇവിടെ മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്, ഈ മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഈ എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോകും. സോ വി ഗെറ്റ് ലിമിറ്റ് h tends to 0 2hx plus h square by h. Now take h from numerator, h into 2x plus h by h. ഇനി h cancel ചെയ്യാം, 2x plus h. Now apply limit h is tending to 0. Now this is a polynomial, so put h equal to 0. 2x plus 0 is 2x. So derivative of x square is 2x. ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്സ് ഒക്കെ നമുക്കറിയാം, അതൊന്നും കൂടി ഇവിടെ പഠിച്ചു വെക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടേബിൾ ഇതുപോലെ നന്നായിട്ട് എഴുതി വെച്ചിട്ട് അതിൽ വരുന്ന റിസൾട്ട് എല്ലാം നന്നായിട്ട് പഠിക്കണം. ഇനി വരുന്ന പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യണമെങ്കിൽ ഈ റിസൾട്ട് അറിഞ്ഞാൽ മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അടുത്ത വീഡിയോ പാർട്ട് 9 വീഡിയോ ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഈ ഇക്വേഷൻസ് എല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് വരണം. ഓക്കെ. Derivative of constant. What is derivative of constant? 0. Derivative of x is 1. Derivative of x raised to n is n x raised to n minus 1. Derivative of 1 by x. 1 by x is x raised to minus 1. So derivative of x raised to minus 1 is minus 1 into x raised to minus 2. That is minus 1 divided by x square. What is derivative of root x? Derivative of root x is 1 by 2 root x. ഇതൊക്കെ ഒന്ന് എഴുതി വെക്കുക. ഡെറിവേറ്റീവ് ഓഫ് 1 by x is minus 1 by x square. Derivative of root x is 1 by 2 root x, etc. Now derivative of sin x is cos x. Derivative of cos x is minus sin x. Derivative of tan x is sec square x. Derivative of sec x is sec x into tan x. Derivative of cosec x is minus cosec x into cot x. Derivative of cot x is minus cosec square x. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻസ് ആണ്, നന്നായിട്ട് പഠിച്ച് വെച്ചോളണേ. ഈ റിസൾട്ടൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്, ഒന്നും കൂടി ഓർക്കണം. ഇതൊക്കെ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യും. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇസ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ്. ഇത് നമുക്ക് ഓർക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനേക്കാളും എളുപ്പത്തിൽ നമ്മൾ ഇതുപോലെ ഓർത്താൽ മതി. എഫ് പ്ലസ് ജി ഡാഷ് ഈക്വൽ ടു എഫ് ഡാഷ് പ്ലസ് ജി ഡാഷ്. നൗ 13th d by dx of f of x minus g of x equal to d by dx of f of x minus d by dx of g of x. എങ്ങനെ ഓർക്കുന്ന എളുപ്പം? f minus g dash is f dash minus g dash. Now 14 d by dx of c f of x is c into d by dx of f of x, or c f dash is c into f dash. കോൺസ്റ്റന്റ് പുറത്ത് വെച്ചിട്ട് എഫിൻ്റെ ഡെറിവേറ്റീവ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. c into f dash. Now 15 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഡക്റ്റ് റൂൾ ആണ്. പ്രൊഡക്റ്റ് റൂൾ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഇസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. നമുക്ക് എളുപ്പത്തിൽ ഓർക്കാൻ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. എഫ് ഇൻറ്റു ജി ഡാഷ് ഇസ് എഫ് ജി ഡാഷ് പ്ലസ് ജി എഫ് ഡാഷ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു റൂളും കൂടി ഉണ്ട്. അതേതാ? കോഷ്യന്റ് റൂൾ. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഓർ എഫ് ബൈ ജി ഡാഷ് ഇസ് ജി എഫ് ഡാഷ് മൈനസ് എഫ് ജി ഡാഷ് ഡിവൈഡ് ബൈ ജി സ്ക്വയർ. ഇവിടെ ഡിനോമിനേറ്റർ ജി ആണ്, ഇവിടെ ഡിനോമിനേറ്റർ ജി സ്ക്വയർ വരും. ഓക്കെ, ജി സ്ക്വയർ. തുടങ്ങേണ്ടത് ജിന്ന്, ന്യൂമറേറ്റർ തുടങ്ങേണ്ടത് ജിന്ന്, ന്യൂമറേറ്റർ അവസാനിക്കുന്നത് ജി ഡാഷിൽ. അതുപോലെ ഓർത്ത് വെച്ചേക്കണം. ഡിനോമിനേറ്റർ ജി സ്ക്വയർ, ന്യൂമറേറ്റർ തുടങ്ങുന്നത് ജി, അവസാനിക്കുന്നത് ജി ഡാഷ്. ജി എഫ് ഡാഷ് മൈനസ് എഫ് ജി ഡാഷ് ഡിവൈഡഡ് ബൈ ജി സ്ക്വയർ. ഓക്കെ, ഇത് നന്നായിട്ട് പഠിക്കുക. ഇതിൻ്റെ ഒരു 3 പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഫസ്റ്റ് ഇയർ ടെക്സ്റ്റ് ബുക്കിൽ പ്രോബ്ലംസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഇയർ ഇമ്പ്രൂവ് ചെയ്യുന്ന കുട്ടികൾക്കും അത് വളരെ ഉപകാരപ്പെടും. കോഷൻ റൂൾ ഉപയോഗിച്ചിട്ടുള്ള 3 പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ചെയ്യുമല്ലോ. ഇനി നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ഇവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കണം. എവറി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ്. ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഡിഫറൻഷ്യബിൾ ദെൻ എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ്. കോൺവേഴ്സ് ഓഫ് എബോ തിയറം നീഡ് നോട്ട് ബി ട്രൂ. അതായത് കണ്ടിന്യൂസ് ആയെങ്കിൽ ഡിഫറൻഷ്യബിൾ ആവണമെന്നില്ല. നമ്മളിവിടെ നോട്ട് ചെയ്തിരിക്കുന്നത് എന്താ? ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ കണ്ടിന്യൂസ് ആണ്, തിരിച്ച് ശരിയാവണമെന്നില്ല. എക്സാമ്പിൾ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് is continuous at x equal to 0
but not differentiable at x equal to 0. വളരെ ഇമ്പോർട്ടൻ്റ് ആയ 3 കാര്യങ്ങളാണ്. ഇതും കൂടി നന്നായിട്ട് നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. Differentiable implies continuous. If a function is differentiable, then it is continuous. But continuous may or may not differentiable. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അത് ചിലപ്പോൾ ഡിഫറൻഷ്യബിൾ ആയിരിക്കാം, ചിലപ്പോൾ ഡിഫറൻഷ്യബിൾ ആവണമെന്നില്ല. Now, not continuous implies not differentiable. If a function is not continuous, then it is not differentiable. ഈ 3 പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. അടുത്തൊരു പ്രോബ്ലം ആണ്. The function f of x equal to modulus of x is differentiable on open interval minus infinity 0 and open interval 0 infinity. But it has no derivative at x equal to 0. Prove it. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു പ്രോബ്ലമാണ്. ഓക്കെ, ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, പക്ഷേ അത് ഡിഫറൻഷ്യബിൾ അല്ല. നമ്മൾ തൊട്ട് മുമ്പ് എഴുതി, അതിൻ്റെ പ്രൂഫാണ് ഇത്. മോഡുലസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 മൈനസ് എക്സ് വെൻ എക്സ് ലെസ് ദാൻ 0. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയി കഴിഞ്ഞാൽ എക്സ് തന്നെയാണ്. എക്സ് ലെസ് ദാൻ 0 വരുമ്പോൾ നമ്മൾ എന്താ എടുക്കേണ്ടത്? മൈനസ് എക്സ് ആണ്. When x belongs to minus infinity 0, that is x is less than 0, അന്നേരം മോഡുലസ് ഓഫ് എക്സ് എന്താണ്? മൈനസ് എക്സ് ആണ്. So when x belongs to open interval minus infinity 0, f of x is minus x. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇപ്പോൾ കണ്ടുപിടിക്കുന്നത്. f dash of x equal to limit h tends to 0, f of x plus h minus f of x by h. First principle. That's equal to f of x is minus x. f of x plus h is minus of x plus h. Okay, f of 2 is minus 2, f of 5 is minus 5, f of y is minus y, f of x plus h is minus x plus h. മൈനസ് ഉള്ളതുകൊണ്ട് ബ്രാക്കറ്റ് നിർബന്ധമായിട്ട് ഇടണം. മൈനസ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് എന്താ? മൈനസ് എക്സ് ആണ്. അതുകൊണ്ട് മൈനസ് മൈനസ് എക്സ് എന്ന് വരും. മൈനസ് ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ മൈനസ് എക്സ് മൈനസ് എച്ച്, ഇവിടെ എന്തായി വരും? പ്ലസ് വരും. പ്ലസ് എക്സ് എന്ന് വരും. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യാം? മൈനസ് എക്സ് പ്ലസ് എക്സ് ഇത് ക്യാൻസൽ ചെയ്ത് പോകും. മൈനസ് എച്ച് ബൈ എച്ച് വരും. എച്ച് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 1. സോ ലിമിറ്റ് എച്ച് ടെൻസ് ടു മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 1. സോ എഫ് ഡാഷ് ഓഫ് എക്സ് എക്സിസ്റ്റ്. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1. സോ എഫ് ഡാഷ് ഓഫ് എക്സ് എക്സിസ്റ്റ്. f dash of x is equal to minus 1. So f of x is differentiable on open interval minus infinity 0. Let x belongs to open interval 0 infinity. That is x is greater than 0. 0 ന്റെ ഇപ്പുറത്തേക്ക് വരുന്നത് x greater than 0. Now f of x is x. f dash of x equal to limit h tends to 0, f of x plus h minus f of x by h. Now here f of x is x. So f of x plus h is also x plus h. So x plus h minus x. f of x is x. So f of x plus h is x plus h. So x plus h minus x divided by h. x cancel ചെയ്ത് പോകും. h by h. h by h is 1. Limit h tends to 0, 1 is equal to 1. So f dash of x is equal to 1. ഇപ്പോൾ ഈ രണ്ട് കേസിലും എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻറ്റർവൽ മൈനസ് ഇൻഫിനിറ്റി 0 ആൻഡ് എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻറ്റർവൽ 0 ഇൻഫിനിറ്റി. ഇവിടെ റൈറ്റ് ഡെറിവേറ്റീവ് ലെഫ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയാൽ എഫ് ഓഫ് എക്സിന് ഒറ്റൊരു സ്വഭാവമാണ്, എക്സ് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഒരു ലിമിറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഈ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ലിമിറ്റിൽ ചെയ്തിട്ടുണ്ട്. എഫ് ഓഫ് എക്സിന് ഒരേ സ്വഭാവമാണ്, ഒറ്റൊരു ഡെഫിനേഷനാണ്. അന്നേരം നമ്മൾ ഡയറക്റ്റ് ലിമിറ്റ് കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ ഒരു പോയിന്റിൻ്റെ ലെഫ്റ്റിലേക്ക് ഒരു സ്വഭാവം റൈറ്റിലേക്ക് വേറൊരു സ്വഭാവം കാണിക്കുന്ന സമയത്താണ് നമ്മൾ ലെഫ്റ്റ് ഡെറിവേറ്റീവും റൈറ്റ് ഡെറിവേറ്റീവും കണ്ടുപിടിക്കേണ്ടി വരിക. ഇവിടെ നോക്കിയേ, എക്സ് ഈക്വൽ ടു 0ൽ നമ്മളത് ചെയ്യേണ്ടി വരും. എക്സ് ഈക്വൽ ടു 0ൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫംഗ്ഷൻ മൈനസ് എക്സ് ആണ്. എക്സ് ഈക്വൽ ടു 0ൻ്റെ റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ എക്സ് ആണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ രണ്ട് ലിമിറ്റും കണ്ടുപിടിക്കേണ്ടി വരും. അതായത് നമ്മൾ ലെഫ്റ്റ് ഡെറിവേറ്റീവും റൈറ്റ് ഡെറിവേറ്റീവും കണ്ടുപിടിക്കേണ്ടി വരും. ലെഫ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ലെഫ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ മൈനസ് എച്ച്. ഈ ഡെഫിനിഷൻ നന്നായിട്ട് പഠിച്ച് വെച്ചേക്കണേ. എച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ലെഫ്റ്റ് ലിമിറ്റ് പറയുമ്പോൾ എച്ച് ടെൻസ് ടു 0 ഫ്രം ലെഫ്റ്റ് സൈഡ്. എച്ച് ലെസ് ദാൻ 0 ആണ് കറക്റ്റായിട്ട്. എച്ച് ലെസ് ദാൻ 0 ആണ് വേണ്ടത്. നമ്മൾ കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? എച്ച് ഗ്രേറ്റർ ദാൻ 0 എടുത്തിട്ട് ഇവിടെ എ മൈനസ് എച്ചും ഇവിടെ മൈനസ് എച്ചും എടുക്കും. എച്ചിന് പകരം മൈനസ് എച്ച് എടുക്കും. ഓക്കെ, നൗ എ is equal to 0. So a minus h is 0 minus h and a is 0. So f of 0 divided by minus h.
Now f of 0 minus h is f of minus h. F of x is modulus of x, that is modulus of minus h minus modulus of 0 divided by minus h. Modulus of minus h is h. Modulus of 0 is 0. So h by minus h. H by minus h is minus 1. So left derivative is minus 1. Now right derivative. Limit h tends to 0. F of a plus h minus f of a by h. That is equal to limit h tends to 0. A is 0. So f of h. 0 plus h is h. F of h. A is 0. So here f of 0. Now f of h is modulus of h. F of 0 is modulus of 0. Modulus of h is h. Modulus of 0 is 0. Here h is greater than 0. So modulus of h is h. So we get h by h. H by h is 1. So limit h tends to 0, 1 is 1. So right derivative is 1. Left derivative is minus 1. Right derivative is 1. Left derivative and right derivative exist, but they are not equal. Therefore, f of x is not differentiable at x equal to 0. Modulus of x ബാക്കി എല്ലാ പോയിന്റ്സിലും ഡിഫറൻഷ്യബിൾ ആണ്. x equal to 0 ആകുമ്പോൾ മാത്രം ഡിഫറൻഷ്യബിൾ അല്ല. ഇതാണ് നമ്മുടെ മോഡുലസ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ്. എച്ച് ഇവിടെ പോസിറ്റീവ് ആണ്. എച്ച് ടെൻസ് ടു 0 ഫ്രം റൈറ്റ് സൈഡ്. അന്നേരം സ്ലോപ്പ് എന്താണ്? 1 ആണ്. വെൻ എച്ച് ടെൻസ് ടു 0 ഫ്രം ലെഫ്റ്റ് സൈഡ്, എച്ച് ഇവിടെ നെഗറ്റീവ് ആണ്. ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് സ്ലോപ്പ് എന്താ വരുന്നത്? -1 ആണ്. അപ്പോൾ ഇവിടെ ഈ പോയിന്റിൽ നമുക്ക് 2 ടാൻജൻറ്റ് കിട്ടും. റൈറ്റ് സൈഡിലേക്ക് y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈൻ ആണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക്, 0ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ടാൻജൻറ്റ് വരുന്നത് y ഈക്വൽ ടു -x. ഇപ്പോൾ y ഈക്വൽ ടു -xൻ്റെ സ്ലോപ്പ് -1 ആണ്. y ഈക്വൽ ടു എക്സിൻ്റെ സ്ലോപ്പ് 1 ആണ്. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് 1ഉം ലെഫ്റ്റ് സൈഡിലേക്ക് ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് -1 ആണ്. അപ്പോൾ ഈ പോയിന്റിൽ 2 ടാൻജൻറ്റ് കിട്ടും. റൈറ്റ് ഡെറിവേറ്റീവ് 1, ലെഫ്റ്റ് ഡെറിവേറ്റീവ് -1 കിട്ടും. സോ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 f of a plus h minus f of a by h does not exist. So this function is not differentiable at x equal to 0. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0, ഈ പാർട്ടിൽ നമ്മുടെ കേവ് വളരെ ഷാർപ്പായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇവിടെ ഒരു കോർണർ പോയിന്റ് ഉണ്ട്. പി എന്ന് പറയുന്നത് ഒരു കോർണർ പോയിന്റ് ആണ്. ഈ കാര്യങ്ങളും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇഫ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിന്റ് എക്സ് ഈക്വൽ ടു എ, ദെൻ ദർ എക്സിസ്റ്റ് എ യുണീക്ക് ടാൻജൻറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു എ. അതായത് എഫ് ഓഫ് എക്സ് എക്സ് ഈക്വൽ ടു എ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അവിടെ ഒറ്റൊരു ടാൻജൻറ്റ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. So when f of x is differentiable at x equal to a, then there should not be a corner point of the curve at x equal to a. x equal to a function differentiable ആണെങ്കിൽ അവിടെ corner point ഉണ്ടാവത്തില്ല. If f of x is differentiable at x equal to a, then the curve is smooth at x equal to a. അടുത്ത function f of x equal to x plus modulus of x. We have to show that this function is not differentiable at x equal to 0. ഗ്രാഫാണ്, നമ്മുടെ ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. എഫ് ഓഫ് എക്സ് ഇസ് എക്സ് പ്ലസ് മോഡുലസ് ഓഫ് എക്സ്. ഫംഗ്ഷൻ ഒന്ന് ഒബ്സർവ് ചെയ്ത് ഇവിടെ നോക്കിയേ, എക്സ് പ്ലസ് മോഡുലസ് ഓഫ് എക്സ് ആണ്. വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0 വി ഗെറ്റ് എക്സ് പ്ലസ് എക്സ്, 2x. 2xൻ്റെ ഒരു പാർട്ടാണ് നമ്മുടെ ഗ്രാഫിൽ വരുന്നത്. വെൻ എക്സ് ലെസ് ദാൻ 0 മോഡുലസ് ഓഫ് എക്സ് ഇസ് -x. എക്സ് പ്ലസ് -x ഇസ് 0. ദാറ്റ് ഇസ് y ഇസ് ഈക്വൽ ടു 0. ഈ എക്സ് ആക്സിൻ്റെ ഈ പാർട്ടാണ് നമ്മുടെ ഗ്രാഫിൽ വരുന്നത്. വെൻ എക്സ് ലെസ് ദാൻ 0, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എക്സ് ആക്സിസ് തന്നെയാണ് നമ്മുടെ ഗ്രാഫിൻ്റെ ഈ പാർട്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മുടെ ഗ്രാഫ് പോകുന്നത്. വെൻ എക്സ് ടെൻസ് ടു 0 ഫ്രം റൈറ്റ് സൈഡ്, സ്ലോപ്പ് നോക്കി 2 ആണ്. ഓക്കെ, ഇതിങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഈ ലൈനിൻ്റെ സ്ലോപ്പാണ് വരുന്നത് y ഈക്വൽ ടു 2x, m ഈക്വൽ ടു 2. ദാറ്റ് ഇസ് ലിമിറ്റ് h ടെൻസ് ടു 0 പ്ലസ് f of a plus h minus f of a by h is equal to 2. When h tends to 0 from right side, limit h tends to 0, m is equal to 2. So right derivative is equal to 2. Now here h is negative. When h tends to 0 from left side, slope is equal to 0. ഈ ലൈനിൻ്റെ സ്ലോപ്പ് 0 ആണ്. So left hand derivative is 0. Right hand derivative is 2. Left hand derivative is 0. So left hand derivative is not equal to right hand limit. So limit h tends to 0, f of a plus h minus f of a by h does not exist.
So this function is not differentiable at x equal to 0. X equal to 0 is a corner point. Graph is sharp at x equal to 0. Discuss the differentiability of f of x equal to x into modulus of x. Here function is x into modulus of x. Modulus of x is x when x greater than or equal to 0 minus x when x less than 0. So our function becomes x into x when x greater than or equal to 0. Okay, when x greater than 0, modulus of x is x. So x into x. When x less than 0, modulus of x is minus x. So x into minus x. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? x into x is x square. x square when x greater than or equal to 0. x into minus x is minus x square. Minus x square when x less than 0. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. x greater than or equal to 0 ആകുമ്പോൾ x square വരും. x less than 0 ആയി കഴിഞ്ഞാൽ minus x square. Left derivative കണ്ടുപിടിക്കാം. Left derivative of f of x at x equal to 0 is limit h tends to 0 f of a minus h minus f of a divided by minus h where h is greater than 0. That's equal to limit h tends to 0. Here a is equal to 0. So 0 minus h. F of 0 minus h minus f of 0 divided by minus h. 0 minus h is minus h. So f of minus h minus f of 0 divided by minus h. Minus h is less than 0. And we know that f of x equal to minus x square when x is less than 0. When x less than 0, f of x is minus x square. So f of minus h is minus h square. F of 0 is 0 divided by minus h. So minus h square by minus h, minus minus cancel ചെയ്തു പോകും. ഒരു h cancel ചെയ്യാം. അന്നേരം നമുക്ക് h എന്ന് കിട്ടും. So limit h tends to 0 h. Now put h equal to 0. So that is equal to 0. So left derivative equal to 0. Now right derivative. Limit h tends to 0 f of a plus h minus f of a by h. That's equal to limit h tends to 0. A is 0. 0 plus h minus f of 0 by h. Now this is equal to f of h minus f of 0 divided by h. H is greater than 0. When x greater than 0, f of x is x square. So h square minus 0 divided by h. That is h square by h. Cancelling h, we get h. Limit h tends to 0, h is equal to 0. So right derivative is equal to 0. Left derivative is 0 and right derivative is also 0. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയില്ലത് ഈ ഒരു ഡെഫിനേഷനാണ്. ഈ ഡെഫിനേഷൻ വരുന്നത് നമ്മുടെ ഫംഗ്ഷന്റെ ഡെഫിനേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. എക്സ് ലെസ് ദാൻ 0 ആയി കഴിഞ്ഞാൽ ഫംഗ്ഷൻ എന്താണ്? മൈനസ് എക്സ് സ്ക്വയർ ആണ്. Okay, when x less than 0, f of x is minus x square. അപ്പോൾ ഇവിടെ f of minus h less than 0 ആണ്. മൈനസ് h less than 0 ആയതുകൊണ്ട് മൈനസ് എക്സ് സ്ക്വയർ വരണം. മൈനസ് h സ്ക്വയർ, അതായത് മൈനസ് h സ്ക്വയർ വരും. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് h സ്ക്വയർ വന്നത്. ഇപ്പോൾ മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്ത് പോകും, എച്ചും ക്യാൻസൽ ചെയ്ത് പോകും, h എന്ന് കിട്ടും. അതുകൊണ്ടാണ് നമുക്ക് ലിമിറ്റ് 0 എന്ന് കിട്ടുന്നത്. So left derivative is 0, right derivative is 0. Therefore left derivative equal to right derivative. Therefore limit h tends to 0, f of a plus h minus f of a by h exists. So given function is differentiable at x equal to 0. Okay. ബാക്കി പോയിന്റ്സിലൊക്കെ ഇത് ഡിഫറൻഷ്യബിൾ ആണ്, കാരണം മൈനസ് എക്സ് സ്ക്വയർ ആണ്. When x is less than 0, f of x is minus x square, which is differentiable. When x greater than 0, f of x is x square. This is also differentiable. Now at x equal to 0, this function is differentiable. So the function is differentiable in R. ഇതാണ് നമ്മുടെ ഗ്രാഫ്. x into modulus of x ന്റെ ഗ്രാഫ് ഇതാണ്. ടാൻജന്റ് ലൈനും സീക്കന്റ് ലൈനും ഇവിടെ ഉണ്ട്. When h tends to 0, secant line approaches to tangent line and slope approaches to 0. When h tends to 0 from left side, em is tending to 0. So left hand limit is equal to right hand limit, which is equal to 0. M is tending to 0. So limit h tends to 0, f of a plus h minus f of a by h exists. So this function is differentiable at x equal to 0. 0 ന്റെ റൈറ്റ് സൈഡിൽ എക്സ് സ്ക്വയറിന്റെ പാർട്ട് വരും, 0 ന്റെ ലെഫ്റ്റ് സൈഡിൽ മൈനസ് എക്സ് സ്ക്വയറിന്റെ പാർട്ടാണ് വരുന്നത്. Okay, so this function is differentiable at all x belongs to R. Discuss the differentiability of f of x equal to x when x less than 1, x square when x greater than or equal to 1 at x equal to 1.
Okay, x equal to 1 differentiable ആണോ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? ലെഫ്റ്റ് ഡെറിവേറ്റീവ് at x equal to 1, റൈറ്റ് ഡെറിവേറ്റീവ് at x equal to 1. അത് രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അത് രണ്ടും ഈക്വൽ ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. Left derivative LF dash of 1 equal to limit h tends to 1 f of, here a is 1, so 1 minus h minus f of 1 divided by minus h, where h is greater than 0. Now h is greater than 0, so 1 minus h is less than 1. Okay, h greater than 0 ആണ്. 1ൽ നിന്ന് നമ്മൾ ആ പോസിറ്റീവ് നമ്പർ മൈനസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെന്താകും? ലെസ് ദാൻ 1 ആകും. 1 minus h is less than 1. When x is less than 1, f of x is x. Okay, when x is less than 1, f of x is x. 1 minus h is less than 1. So f of 1 minus h is 1 minus h. Minus f of 1. f of 1 is 1 square. ഇവിടെയാണ് x equal to 1 വരുന്നത്. When x is equal to 1, f of x is x square. So when x is equal to 1, 1 square. 1 square which is equal to 1. Divided by minus h. 1 minus h minus 1 square is 1. 1 minus h minus 1. 1 1 cancel ചെയ്തു പോകും. Minus h divided by minus h. So that is equal to limit h tends to 0 minus h by minus h. ഇത് cancel ചെയ്തു പോയിട്ട് 1 എന്ന് കിട്ടും. Limit h tends to 0, 1 is equal to 1. So left derivative is equal to 1. Now right derivative. Limit h tends to 0, f of 1 plus h minus f of 1 divided by h. Now h is positive. 1 plus h is greater than 1. When x is greater than 1, f of x is x square. 1 plus h is greater than 1. So f of 1 plus h is 1 plus h whole square. Function definition നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം. x greater than 1 ആയി കഴിഞ്ഞാൽ f of x x square ആണ്. അപ്പോൾ ഇവിടെ 1 plus h greater than 1. So f of 1 plus h is 1 plus h whole square. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് 1 plus h whole square. f of 1 1 square. തൊട്ട് മുന്നേ നമ്മൾ നോക്കിയിട്ടുണ്ടത് f of 1. When x is equal to 1, f of x is x square. So 1 square. Now what is 1 plus h whole square? 1 square plus 2h plus h square. Now minus this 1 square, that is 1. 1 1 cancel ചെയ്തു പോകും. 2h plus h square എന്ന് കിട്ടും. Now take h outside. h is common, so we can take h outside. h into 2 plus h divided by h. h cancel ചെയ്തു പോകും. Limit h tends to 0, 2 plus h. Now apply limit. This is a polynomial, so put h equal to 0, 2 plus 0 which is equal to 2. So right derivative is 2. Left derivative 1 ആണ് കിട്ടിയിരിക്കുന്നത്. Right derivative 2 ആണ് കിട്ടിയത്. So left derivative is not equal to right derivative. So limit h tends to 1, f of 1 plus h minus f of 1 by h does not exist. So this function is not differentiable at x equal to 1. ഇതിൻ്റെ ഗ്രാഫ് ജിയോജിബ്രയിൽ വരച്ചിട്ട് നോക്കണം. ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് 8 ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.